ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ വിരുന്നുകാർ വരുമ്പോഴുണ്ടാക്കിയ കുറച്ച് ഐറ്റംസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ റെസിപ്പി ആയിട്ടുള്ള കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് മാത്രമാണ് കാണിക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ നമ്മൾ ഉണ്ണിയപ്പം കായ് പൊരിച്ചത് ഒക്കെ ഞാൻ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ നാളായി വീഡിയോ ഒന്നും ഇടാത്ത. അപ്പോൾ എൻ്റെ ഉമ്മ മരിച്ചിട്ട് ഏകദേശം ഒരു മറ്റന്നാളത്തേക്ക് 40 ദിവസം ആവാറായി. പിന്നെ വയനാട്ടിലെ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഒന്നും ഇടാൻ തോന്നുന്നില്ല. വല്ലാത്തൊരു മാനസികമായിട്ടുള്ളൊരു വേദനയാണ്. പിന്നെ ഞാൻ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ നെയ്യപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം ഐറ്റംസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാനസികമായിട്ട് വല്ലാതെ തളർന്നൊരു മാസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും ഇടാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്ത് ചെയ്യാനെല്ലാം വിധി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയ്യിൽ നിന്ന് സഹായമൊക്കെ ചെയ്യാനല്ലാതെ നമുക്ക് വേറൊന്നും പറ്റിയില്ലല്ലോ. വല്ലാത്തൊരു പ്രയാസമായിരുന്നു ന്യൂസിലൊക്കെ കാണുന്ന സമയത്തൊക്കെ. പിന്നെ നമ്മളെ കായ് പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബിരിയാണിയും ബാക്കിയുള്ള ഐറ്റംസാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം തന്നെ നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഉമ്മ മരിച്ചിട്ട് മറ്റന്നാളത്തേക്ക് 40 ദിവസമായി. അപ്പോൾ പിന്നെ നമ്മൾ ഓത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ നമുക്ക് മാനസികമായിട്ട് വല്ലാത്ത പ്രയാസത്തിലായിരുന്നു. പിന്നെ വയനാടിൻ്റെ അവസ്ഥയും അർജുൻ്റെ അവസ്ഥയൊക്കെ കണ്ടിട്ട് പിന്നെ അങ്ങനെ മനസ്സൊക്കെ വേറൊരു സങ്കടത്തിലായി. അങ്ങനെ കുറേ വയനാട്ടിലെ ജനങ്ങൾക്കൊക്കെ സമാധാനം ക്ഷമയൊക്കെ കൊടുക്കട്ടെ. എന്ത് പറയാൻ, നമുക്ക് എല്ലാം ദൈവത്തിൻ്റെ വിധി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആശ്വസിപ്പിക്കലല്ലാതെ വേറെ വഴിയില്ലല്ലോ. ആർക്കും ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ, നമുക്ക് ആർക്കും അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കട്ടെ. നമ്മൾ കേരളത്തിൽ എവിടെയും രാജ്യത്ത് എവിടെയും അങ്ങനത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. എല്ലാവർക്കും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ എല്ലാവർക്കും പടച്ചറബ് അനുഗ്രഹിക്കട്ടെ. ഇത്ര മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ജീവിക്കുന്നിടത്തോളം സമാധാനത്തോടെ ജീവിക്കാൻ, എല്ലാവർക്കും ക്ഷമയോടുകൂടി ജീവിക്കാൻ പറ്റട്ടെ. മരിച്ചു പോയവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കലല്ലാതെ വേറെ ഇല്ലല്ലോ. അപ്പം എൻ്റെ ഉമ്മാവും പെട്ടെന്ന് കുറേ നാളായി അങ്ങനെ കിടപ്പിലായിരുന്നു. പക്ഷേ നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഒരാൾ പോയിട്ടുണ്ടാകുമ്പോൾ ഉണ്ടാകുന്നൊരു സങ്കടം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ശാരീരികമായിട്ട് വല്ലാതെ തളർന്നു പോകുന്നൊരു അവസ്ഥയാണ് നമ്മൾ വീട്ടിലുള്ളവർ പോകുന്ന സമയത്ത്. അപ്പോൾ അതുപോലെ വയനാട്ടിലെ കുടുംബക്കാരിൽ പലരും കുറേ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. ഒരാൾ വരെ ഒഴിഞ്ഞ ഒരവസ്ഥയായിട്ടുണ്ട്. വല്ലാതെ ചിന്തിക്കുന്ന സമയത്ത് വല്ലാത്തൊരവസ്ഥയാണ് അതൊക്കെ കാണുമ്പോൾ. എല്ലാവർക്കും അള്ളാഹു ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കലല്ലാതെ വേറെ വഴിയില്ലല്ലോ. സന്തോഷവും സമാധാനവും കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ എത്ര സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.